എന്താണ് ആരാ എന്താ പ്രശ്നം? എന്താ അവിടെ കിടന്ന് കിടക്കണം? എന്താ അതെന്ന് വെച്ചാൽ ഞാനൊരു വഴി അന്വേഷിച്ചു വന്നത്. അപ്പൊ ഈ ഗൂഗിൾ മാപ്പ് മൊത്തം തെറ്റിച്ചു കളഞ്ഞ്. അതൊക്കെ ആകെ ഏത് വഴിയാ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. അതെ. എന്താ അഡ്രസ്? എന്താ? മണ്ടു എന്ന് പറഞ്ഞാ മണ്ടോദരി. അറിയോ? നമ്മളാരാ? ഞാൻ അവളുടെ ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാ അടുത്ത ഫ്രണ്ടാണ്. കുടുംബത്തിലാരും അല്ലേ? ഫ്രണ്ടാണ്. കുടുംബമല്ല, അത്യാവശ്യമാണ്. അറിയോ നമുക്ക്? അറിയാം ആളൊക്കെ അറിയാം. പിന്നെന്താ, ഇവിടെ നേരെ ഇങ്ങോട്ട് പോവാ. അവിടുന്ന് ആദ്യത്തെ ലെഫ്റ്റ് അവിടെ തന്നെ കിട്ടുന്നത്. കോയക്കാന്റെ മകൻ മൊയ്തുവിന്റെ വീട് വെച്ചാൽ മതി, ആരും പറഞ്ഞു തരും. മൊയ്തുവിന്റെ വീട് വെച്ചാൽ കോയക്കാന്റെ മോൻ മൊയ്തുവിന്റെ വീട്. മാത്രമല്ല മണ്ടുവിന്റെ വീട് വെച്ചാലും മതി, ആരും പറഞ്ഞു തരും. ഞാൻ വന്നത് ഏകദേശം കറക്റ്റായിരുന്നു. വീട് എത്തുമ്പോ ഒരു മൊത്തം പ്രശ്നമല്ല. പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളെ പേരുന്ന്? എന്റെ പേര് സത്യൻ. ഓ ശരി. ഈ മറ്റേ മണ്ടുവിന്റെ ആരാന്ന് പറഞ്ഞ? ഞാൻ എന്റെ അടുത്ത സുഹൃത്താണ്. ചെങ്ങായി ഫ്രണ്ടാന്ന് പറഞ്ഞല്ലേ, പിന്നെന്താണ് ഫ്രണ്ട്? ശരി ഏട്ടാ, കാണാം. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ചോദിക്കാൻ നിൽക്കണതാണ്. ഒരാൾ അന്വേഷിച്ചു വന്നു. ഇനി ഇതുപോലെ എത്ര പേര് അന്വേഷിച്ചു വരുന്നറിയോ? പിന്നെ അല്ലാണ്ട് മന്മതാ, ആ മണ്ടുവിന്റെ വീടിന്റെ അവിടേക്ക് ഒരു മുടിക്കാരൻ വരുന്നുണ്ട്. ഒരു ബ്ലൂ ഷർട്ട് ഇട്ടിട്ട്. അതൊന്ന് ക്ലിപ്പ് ഇട്ടോ. ഞാന് സുഖിതേട്ടന്റെ കോള് കിട്ടിയ ഉടനെ ഇങ്ങോട്ട് പോന്നാ, ഫ്ലൈറ്റ് പിടിച്ച് പോന്നാ. ഞാൻ കാര്യങ്ങള് വെടിപ്പാക്കണല്ലോ. നന്നായി. എന്റെ വാപ്പോടെ ആവും പാട് ഞാൻ പറഞ്ഞതാ. മൂപ്പര് കേൾക്കാത്തോണ്ടാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങളാരും പറഞ്ഞു നീ വിശ്വസിക്കണ്ട, നീ എല്ലാവരോടും അന്വേഷിക്കുക അവളുടെ സ്വഭാവം എന്താന്ന് അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു വിട്ടാ. നിന്റെ കൂട്ടുകാരനാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അവളെന്റെ നാവിക്കിട്ട് നോക്കിയാണ് ചവിട്ടിയത്. ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പെണ്ണല്ലേ? അതെ, ഒരാളെവിടെ താമസിപ്പിക്കുമ്പോ അയാൾ എന്താണ് അയാളുടെ സ്വഭാവം, അത് നല്ലതാണോ ചീത്തയാണോ, ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നമ്മൾ താമസിപ്പിക്കേണ്ടത്. ചെയ്തതല്ലേ സത്യേട്ടാ, ഞാൻ അറിയോ? അടുത്തൊക്കെ ആളുകളുള്ളതല്ലേ. എന്റെ മൊയ്തു ഇപ്പൊ ഇവിടെ നാട്ടുകാർ പറയണ എന്താണെന്നറിയാമോ? നീ രഹസ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കണേ. എന്താ പലരും പറയുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ പറയട്ടെ. അവള് പഠിച്ച കള്ളിയാണ്. അവളെ ഭാഗം ജയിക്കാൻ വേണ്ടിട്ട് പലതും പറഞ്ഞു കളയും കേട്ടോ. മന്മഥൻ ചിലപ്പോ അവളെ കയറി പിടിക്കാൻ പോയി എന്നൊക്കെ പറയും. നീ പിടിച്ചിട്ടില്ല, ശരിയാണ്, പക്ഷെ അവള് പറയുമെന്ന്. അവള് ചിലപ്പോ ഇവൻ കയറി പിടിച്ചു എന്ന് പറയും, ചിലപ്പോ ഞാൻ കയറി പിടിച്ചു അടക്കം പറഞ്ഞു കളയും. എന്തിന്? ബാംഗ്ലൂർ കിടക്കണ നീ അടക്കം കയറി പിടിച്ചു എന്ന് പറഞ്ഞു കളയും. ഞാനെങ്ങനെ അവിടുന്ന് ഇവിടെ ഒന്ന് കയറി പിടിക്കണത്? അപ്പൊ അതാ പറഞ്ഞ, അപ്പൊ വിശ്വസിക്കരുത്. നമുക്ക് ആ വാടകയും വേണ്ട കാശും വേണ്ട ഒഴിവാക്കിയേ നിർത്തരുത്, അത്രേ ഉള്ളൂ. വേറെ വിഷയം ഞങ്ങൾ അങ്ങനെ പറഞ്ഞ കാര്യമൊന്നും പറയണ്ട. ഇതോ ഇനി വേറെ ഒന്നും നോക്കണ്ട. ഇനി ഇങ്ങനെ വിളിക്കുക, വെട്ടൊന്ന് മുറിയുണ്ട്, ചോദിക്കുക, ഇറക്കി വിടുക, വേറെ ഒന്നും വേണ്ട. അവളുടെ ഒരു ന്യായം നമ്മൾ കേൾക്കില്ല. സംസാരം വേണ്ട. എന്താ അവളെ പേരെന്താ? മണ്ടോദരി. മന്ദാകിനിയല്ലേ? എല്ലാരും വിളിക്കുന്നു. മണ്ടോദരി ഇറങ്ങി വാടേ. അല്ല പറഞ്ഞ നമ്മളിനി ഞാൻ ആരാന്ന് മനസ്സിലായോ? ഇല്ല. വീടിന്റെ ഓണറെ അറിയില്ല, പിന്നെ എന്ത് ധൈര്യത്തിലാ ഇതിന്റെ അകത്ത് കയറി താമസിക്കണേ? ഞാൻ മൊയ്തു, കോയക്കാന്റെ മോനാ ഈ വീടിന്റെ ഓണർ. അതറിയാം. ഞാൻ ഓണറാണ് പറയണത്, നിങ്ങൾ തൽക്കാലം വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്തിന്? അതൊക്കെ കാരണമുണ്ട്, അതൊന്നും ചോദിക്കണ്ട. സാധനങ്ങളൊക്കെ എടുത്തോളി, പെട്ടെന്ന് ഇറങ്ങിക്കോളി. അല്ല, അതെങ്ങനെ ശരിയാവും? 1 വർഷത്തേക്ക് വാടക വെച്ചിട്ട് എഴുതിയതല്ലേ? ആരെഴുതി? വാപ്പടയില് കൊടുത്തല്ലോ. വാപ്പ എഴുതിയൊന്നും നോക്കണ്ട, വാപ്പക്ക് അത്തും പുത്തു വയ്ക്കണം. ഇവരൊക്കെ കൊണ്ട് ചെയ്തു പോണ. അല്ല, ഇപ്പൊ എന്താ പ്രശ്നം? എന്താന്ന് പറ. പ്രശ്നങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഇപ്പൊ ഇറങ്ങപ്പെടും. അല്ല, അങ്ങനെ വെറുതെ ഇറങ്ങാൻ പറ്റില്ല. സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ ഇറങ്ങണുള്ളൂ. ഞാൻ എവിടെ സാധനങ്ങൾ എവിടെ എടുത്ത് പുറത്തെറിയട്ടെ? നിങ്ങൾ ഇറങ്ങാൻ പറ. അടുത്തൊക്കെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് മാന്യന്മാര് താമസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, മാന്യം മര്യാദ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതെനിക്ക് നല്ലോണം അറിയാലോ. അതുകൊണ്ട് മോള് തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഞാൻ വെറുതെ ഇറങ്ങി പോകുന്നു നിങ്ങൾ വിചാരിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ ഒന്ന് പറയട്ടെ. അതെ, ഇറക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കാം. ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾ പോലീസിനെ വിളിക്കേ. പോലീസിനൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഈ വല്ലാണ്ട് ഞെളിയണ്ടായി. അവള് ചവിട്ടും ഇങ്ങോട്ട് മാറി. എനിക്ക് നിങ്ങളോട് വെറുതെ ബഹളം വെക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ബഹളം വെക്കണ്ട, എണീറ്റ് പോവാൻ. ഇല്ല, എനിക്ക് സൗകര്യമില്ല. ഇതിപ്പോ സംസാരം വേണ്ടെന്ന്. ഇത് ഞാനും കയറി അകത്തോട്ട് കയറി എല്ലായിടത്തും ദൂരെ നിർത്തടാ. അത് വാപ്പ. ഓ, ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് എന്റെ വാപ്പാനൊന്നും കാണാൻ എനിക്ക് സമയം ഉണ്ടായില്ല അല്ലേ? നാട്ടിലുള്ള കച്ചവടങ്ങളൊക്കെ കണ്ടെത്തി.
വലിയ കൊല്ലാപ്പല്ലങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ച് അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്ത് കൊല്ലാപ്പാടാ ഹംക ഞാൻ ഉണ്ടാക്കി വെച്ചത്? പെര വാടകയ്ക്ക് കൊടുക്കുമ്പോ ആ വാടകയ്ക്ക് വരുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണ് എവിടുത്തുകാരാണെന്നൊന്ന് അന്വേഷിക്കേണ്ടിനി. അതൊക്കെ ചെയ്തില്ല. ആ കുടുംബം നശിക്കണ്ട, വീട് നശിച്ചു പോകണ്ടാച്ചിട്ട് ഒരാളെ ഇവിടെ ആക്കിയപ്പോ അതിന്റെ മോന് കൊല്ലാപ്പുണ്ടാക്കി. അങ്ങനെ കിട്ടുന്ന വാടക എനിക്ക് വേണ്ട. നിങ്ങൾ ഓളെ ഇറക്കി വിടി. ഓളെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഓള് ചെയ്ത തെറ്റെന്താന്ന് പറയും. അല്ല അത് ഒന്നൊന്നല്ലല്ലോ. ഒരെണ്ണം പറയണോ? പറഞ്ഞു കൊടുക്കണോ? ഭരത്തന്മാരുടെ വരവും പോക്കും ഉണ്ട് ഇവിടെ. എന്താണ് ഭരത്തന്മാരുടെ വരവും പോക്കും. ഇതിനകത്തുണ്ട് തെളിവ് കാണിച്ചു. വെറുതെ ഒന്നല്ല. അല്ലല്ല അവിടെ നോക്കി കണ്ടോളി. ഭംഗിയിലെടുത്താണല്ലോ അത്. ഇതാരാ പോയത്? ഇതാരത്? ഇതന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു കൂട്ടുകാരൻ ഇന്റർവ്യൂവിന് ഇന്റർവ്യൂവിന്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. ആ ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ഓന് ജോലി കിട്ടിയോ? ഇല്ലപ്പ ആകുന്നു പറയണു. ഒരാളുടെ ജോലിയുടെ കാര്യം പറഞ്ഞ എന്ത് വിഷയന്റെ അത് പൊട്ട എന്താ കാണിക്കാൻ പറഞ്ഞല്ലോ? അതെവിടെ കാണിക്കാന്ന് പറഞ്ഞാണല്ലോ ഇത്. എന്ത് ഓളുടെ കൂട്ടുകാരനോ? വന്നിട്ട് പോകണ്ട നോക്കിയത് ഇത് തന്നെയാണ്. ഇതന്നെയാണ് എന്താണ് പറഞ്ഞേ? ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ചെക്കന്റെ ഫോട്ടോ കാണിച്ചിട്ട് അതല്ല. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തുനിന്ന് ഈ കണ്ട സമയത്തൊക്കെ ഓരോരുത്തർ വന്നു പോകണമെന്നുള്ള തെളിവല്ലേ. ഇനി എന്ത് തെളിവ് നിങ്ങൾക്ക് വേണ്ടത്? സത്യോ ഒന്നും കൂടെ വായോ. അല്ല നിങ്ങൾ തീരുമാനിച്ചോ. കാണട്ടെ. അനക്കം തപ്പി അടുത്തതായിട്ട് ഇങ്ങനെ വെള്ളം ദാഹ തിരീശ കൂടി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു കുട്ടി. അല്ല ഞാനാ കുട്ടിയടുത്ത് പറഞ്ഞു വേനലൊക്കെ മഴ അതുകൊണ്ടായിരിക്കും. അല്ലാണ്ട് പോയിക്കോട്ടെ. ഓന്റെ അഭിപ്രായം തീർന്നു. ബാപ്പ നിങ്ങൾ ഇതിന് തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റൂ. ഇതിന്റെ പേരാണ് ഞാൻ ഉണ്ടാക്കിയ പേരാ. ഇത് ആർക്ക് വാടക കൊടുക്കണം എന്ന് ഞാനാ തീരുമാനിക്കാം. നിങ്ങൾ ഓളപ്പോടുന്ന് ഇറക്കി വിടണം. എനിക്ക് എന്റെ ചെങ്ങന്മാരെ വാക്കാ വലുത്. മക്കളെ നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ എന്താന്നൊക്കെ ഏകദേശം പിടുത്തം കിട്ടി. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ എല്ലായിടത്തും ഏകദേശം ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മളും പറഞ്ഞേ. കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു തീരുമാനം ഞാൻ എടുക്കാം. ഇതിപ്പോ എന്റെ വീടാ. ഇപ്പൊ തൽക്കാലം എന്റെ പായം കിടക്കൊക്കെ എടുത്ത് ഈ തൽക്കാലം കൂടെ ഇറങ്ങിക്കോ. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എന്നിട്ടേ ഇന്റെ പെര എടുക്കണ്ട അവിടെ. അവിടെ പോയി താമസിച്ചോ. അവിടെ തന്നെ ഇറക്കാൻ ഒരു ഹമിക്കങ്ങൾക്കും പറ്റൂല. അപ്പൊ നിങ്ങൾ അവിടെ നിൽക്കും. ഞാൻ ഇവിടെ താമസിക്കണ എന്റെ മോന്റെ വീട്ടില്. ഇവിടെ നിന്ന് ഇന്നെ ഇറക്കി പറഞ്ഞ അയക്കാൻ സാധിക്കോടാ ഹംക്കാർക്ക്? സാധിക്കോടാ?